ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അപ്പം നമ്മൾ ഓൾറെഡി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ പറഞ്ഞു, ദെൻ HUF പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേമിന്റെ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അപ്പം നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞതിൽ നമുക്ക് ഓർഡിനറിലി റെസിഡന്റ് ഉണ്ട്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ഉണ്ട്, നോൺ റെസിഡന്റ് ഉണ്ട് അല്ലെ. 3 സ്റ്റാറ്റസ് നമുക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് ഫേം, ഒരു ഫേമിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ഫേം ആവാം, ദെൻ AOP ഓർ BOI മേ ബി എയ്തർ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്. 2 സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കുക. ഒന്നുകിൽ റെസിഡന്റ് ആണ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. എന്തില്ല, ഓർഡിനറി നോട്ട് ഓർഡിനറി എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് അത് പോകുന്നില്ല. ദ കനോട്ട് ബി നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇല്ല. ദെൻ റെസിഡന്റ് ഫേം AOP or BOI is resident if control and management of its affairs situated wholly or partly in India. Wholly or partly in India. എന്ത്, control and management is wholly or partly situated in India ആണെങ്കിൽ എന്താണ് ഡെഫിനിഷൻ വരുന്നത്? അയാള് റെസിഡന്റ് ആണ്. എന്താണ്? റെസിഡന്റ് ആണ്. റെസിഡന്റ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓൾ ഈസ് റെസിഡന്റ്. BOI അല്ലെങ്കിൽ AOP അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം എന്താണ്? റെസിഡന്റ് ആണ്. എന്തായിരിക്കണം? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് അല്ലെ, അതെന്തായിരിക്കണം? പൂർണ്ണമായും ഇന്ത്യയിൽ ആയിരിക്കുക അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഇന്ത്യയിലായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇറ്റ് ബിക്കം നോൺ റെസിഡന്റ് ഇഫ് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. പൂർണ്ണമായിട്ട്, അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെ, ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അതെന്താണ്? നോൺ റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റ് ആണ്. അപ്പൊ നമ്മൾ 2 സ്റ്റാറ്റസ് ആണ് എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന പാർട്ണർഷിപ്പ് ഫേമിന് അല്ലെങ്കിൽ AOP അല്ലെങ്കിൽ BOI ഇവർക്കൊക്കെ കൊടുക്കുന്ന 2 സ്റ്റാറ്റസ് ആണ്. ക്ലിയർ ആണോ? ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി. അപ്പം ഇൻഡിവിജ്വൽ കഴിഞ്ഞു, HUF കഴിഞ്ഞു, അതുപോലെ നമ്മൾ ഫേം, AOP, BOI വരുന്നതും കഴിഞ്ഞു. ഇനി നമ്മൾ കമ്പനീന്റെ സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കുന്നത്. കമ്പനി ഓൾസോ മേ ബി എയ്തർ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്. 2 സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ഒന്നുകിൽ റെസിഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ. A company is said to be resident if it's an Indian company. അതൊരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, റെസിഡന്റ് ആയിരിക്കും. ഓർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ദ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ കമ്പനി അല്ലെങ്കിലും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ അതിന്റെ എഫക്റ്റീവ് മാനേജ്മെന്റ് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ദാറ്റ് മീൻസ് ഇന്ത്യൻ കമ്പനീസ് ആർ ഓൾവേസ് റെസിഡന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു. നോൺ ഇന്ത്യൻ കമ്പനീസ് ആർ ഓൾസോ റെസിഡന്റ് ഇഫ് ദ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ നോ ഡൗട്ട് അതെന്തായിരിക്കും? റെസിഡന്റ് ആയിരിക്കും. ഇനി നോൺ റെസിഡന്റ് അല്ലെങ്കിൽ നോൺ ഇന്ത്യൻ കമ്പനി എന്നിരിക്കുക, ഇന്ത്യൻ കമ്പനി അല്ല, ഓക്കെ, ഫോറിൻ കമ്പനിയാണ് പൂർണ്ണമായും. ബട്ട് അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് അല്ലെ എഫക്റ്റീവ് മാനേജ്മെന്റ് എന്താണ്? പ്രീവിയസ് ഇയറിൽ എന്താണ്? ഇന്ത്യയിലാണെങ്കിൽ അതെന്താണ്? റെസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ. ദെൻ B, നോൺ റെസിഡന്റ് കമ്പനി. എ കമ്പനി ഈസ് സെഡ് ടു ബി നോൺ റെസിഡന്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി. അത് ഇന്ത്യൻ കമ്പനി ആവരുത്. മാത്രമല്ല ദ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. കൺട്രോൾ മാനേജ്മെന്റ് ഒക്കെ എന്തായിരിക്കണം? പുറത്തുനിന്നായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. ഫോർ ദിസ് പർപ്പസ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് മീൻസ് പ്ലേസ് വേർ കീ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻസ് ആർ മെയ്ഡ് അല്ലെ. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് എന്തായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. ക്ലിയർ ആണോ? 2 സ്റ്റാറ്റസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് റെസിഡന്റ് ആണ്, ഒന്ന് നോൺ റെസിഡന്റ് ആണ്. റെസിഡന്റ് ആണെങ്കിൽ ഒന്ന് എന്തായിരിക്കണം? ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. ഇനി
നോൺ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ പോലും എന്താണ് അതിന്റെ ഇഫക്റ്റീവ് മാനേജ്മെന്റ് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണെങ്കിൽ എന്തായിട്ട് മാറും? റെസിഡന്റ് ആയിട്ട് മാറും അല്ലെ? നോൺ റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യൻ കമ്പനി ഒരിക്കലും എന്ത് ചെയ്യില്ല? നോൺ റെസിഡന്റ് ആയിട്ട് മാറില്ല. നോൺ ഇന്ത്യൻ കമ്പനിയും അതോടൊപ്പം അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് മാനേജ്മെന്റ് എന്തായിരിക്കണം? ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. ഓക്കെ, ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തായിട്ട് മാറും? നോൺ റെസിഡന്റ് ആയിട്ട് മാറും. സോ ദിസ് ഓൾ അബൌട്ട് റെസിഡൻസ് സ്റ്റാറ്റസ് ഓഫ് എ കമ്പനി. ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എവറി അതർ പേഴ്സൺസ്. എവറി അതർ പേഴ്സൺസ് പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് പോലെയുള്ള, നമ്മൾ യൂണിവേഴ്സിറ്റി പോലെയുള്ള അവരുടെ റെസിഡൻസ് സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ നോക്കുക. ഇവിടെയും രണ്ട് സ്റ്റാറ്റസ് ആണ്. ഒന്നുകിൽ അയാൾ റെസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ നോൺ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ റെസിഡന്റ് ആവണമെങ്കിൽ എവറി അതർ പേഴ്സൺ ഈസ് റെസിഡന്റ് ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇന്ത്യ. ഓക്കെ, വീണ്ടും വന്നു. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി എന്തായിരിക്കണം? ഇന്ത്യയിൽ ആയിരിക്കണം. ഓക്കെ, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇന്ത്യ ആണെങ്കിൽ എന്താണ്? റെസിഡന്റ് ആണ്. ഓക്കെ, ദെൻ നോൺ റെസിഡന്റ് എവറി അതർ പേഴ്സൺ ഈസ് ബിക്കം നോൺ റെസിഡന്റ് ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് സിറ്റുവേറ്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. അല്ലെ? പാർട്ട്ലി ഇന്ത്യയിൽ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോളി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നോൺ റെസിഡന്റ് ആയിട്ട് മാറുള്ളൂ അല്ലെ? അപ്പൊ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്താണ്? ഇന്ത്യയിൽ അല്ലെങ്കിൽ അതെന്തായിട്ട് മാറി? നോൺ റെസിഡന്റ് ആയിട്ട് മാറി. സോ ദാറ്റ്സ് എ റെസിഡൻസ് സ്റ്റാറ്റസ് ഓഫ് എവരി അതർ ജുഡിഷ്യൽ പേഴ്സൺസും അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഒന്ന് ഇൻഡിവിജ്വൽ, പിന്നെ HUF, പിന്നെ ഫേം, AOP, BOI, പിന്നെ നെക്സ്റ്റ് കമ്പനി, എനി അതർ പേഴ്സൺ അല്ലേ? എനി അതർ പേഴ്സൺ. ഇൻഡിവിജ്വലിന്റെ കേസിൽ 3 സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. HUFന്റെ കേസിൽ 3 സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു അല്ലേ? അത് റെസിഡന്റ്, അതായത് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ റെസിഡന്റ്. ദെൻ ഫേം, AOP, BOI. അതിലെത്ര കേസാണ് വരുന്നത്? 2 കേസാണ് വരുന്നത് അല്ലേ? റെസിഡന്റും നോൺ റെസിഡന്റും. കമ്പനിന്റെ കേസിലും റെസിഡന്റും നോൺ റെസിഡന്റും, അതുപോലെ എനി അതർ പേഴ്സൺസ് റെസിഡന്റും നോൺ റെസിഡന്റും.